ബഹുമാനികളെ, ജാതി മതഭേദമന്യേ ബഹ്റൈനിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ GCC കൺട്രീസിൽ താമസിക്കുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണത്. കാരണം ഇന്ന് ദൈനംദിനം ലോകമെമ്പാടും ഓരോ നിയമങ്ങൾ ഓരോ രാജ്യത്തും നിലവിൽ വരുന്ന ഒരു കാലമാണിത്. ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ അതിൻ്റെ പരിസരബോധം വളരെ മുഖ്യമാണ്, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ്, ഇതൊരു ലാറ്റിൻ വേർഡാണ്, ഇതൊരു ഇന്റർനാഷണൽ ലാ ആണ്. അതായത് അൺഅവയർനെസ് ഓഫ് ലാ ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ്. ഒരു നിയമം അറിയില്ല എന്നുള്ളത് അതൊരു എക്സ്ക്യൂസ് അല്ല. മലയാളത്തിൽ പറയും, നിയമം അറിയാത്തവനെ, നിയമം മറന്നവനെ നിയമം വിടില്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോവും. അറബിയിൽ പറയും, അന്നൽ ജഹ്ല ബിൽ ഖാനൂനി ലൈസ ഉദ്റൻ. നിയമങ്ങൾ നീ അറിയില്ല എന്നുള്ളത് അത് നിനക്കൊരു എക്സ്ക്യൂസ് ആവില്ല. നിയമം നിയമത്തിന്റെ വഴിക്കുള്ള നടപടികൾ എടുക്കും. അതിന് ഉദാഹരണമാണ് ട്രാഫിക്. എല്ലാ ഇതിലും പറയുന്നത് ട്രാഫിക്. വണ്ടി ഓടിക്കുന്നവൻ സ്പീഡ് ലിമിറ്റ് അറിഞ്ഞും അറിയാതെയും അവർ പറയപ്പെട്ട സ്പീഡ് ലിമിറ്റ് കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടും. അതുപോലെ ഓരോ വിഷയങ്ങൾ. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, ബഹ്റൈനിൽ താമസിക്കുന്ന പ്രത്യേകിച്ചും എൻ്റെ ഈ മലയാളം അറിയുന്ന മലയാളികളായ ജാതി മതഭേദമന്യേ ഉള്ള ആളുകൾ രണ്ട് രീതിയിലുള്ള അവയർനെസ് ആവശ്യമാണ്. ഒന്ന്, ഇവിടെ താമസിക്കുന്നവൻ പൊതുവെ അറിഞ്ഞിരിക്കേണ്ട പല വിഷയങ്ങൾ, റോട്ടിൽ എങ്ങനെ നടക്കണം, കാറുകൾ എങ്ങനെ, ഈ പൊതുവിഷയം. രണ്ടാമത്തേത്, ഓരോരുത്തരുടെ ട്രേഡ് അനുസരിച്ച്, നിന്റെ പ്രൊഫഷൻ ഡ്രൈവിംഗ് ആണെങ്കിൽ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ നീ അറിഞ്ഞിരിക്കണം. നീ ഒരു കച്ചവടക്കാരനാണെങ്കിൽ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ നീ അറിഞ്ഞിരിക്കണം. അല്ലാതെ ദീനീ സ്ഥാപനങ്ങളിൽ മതപുതികളിൽ പ്രവർത്തിക്കുന്നവനാണെങ്കിൽ അതിന് ഈ രാജ്യം തരുന്ന ആനുകൂല്യങ്ങൾ എന്ത്, നിയമം എന്തെന്ന് നീ അറിഞ്ഞിരിക്കണം. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ നിയമം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിയമം വിടില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഓരോരുത്തരും അപ്പോഴപ്പോഴായിട്ട് അവരുടെ ഒന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് റെസിഡൻസ് പെർമിറ്റിനെ കുറിച്ച്, RPA കുറിച്ച്, CPR കാർഡിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കണം. രണ്ടാമത്തേത്, നമ്മൾ ഈ താമസിക്കുന്ന ഈ രാജ്യം ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട് പൊതുവായിട്ട്, അതറിഞ്ഞിരിക്കണം. മൂന്നാമത്തേത്, നമ്മളുടെ പ്രൊഫഷൻ അനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് അതാത് സമയത്ത് കിട്ടുന്ന ന്യൂസുകളിൽ നിന്നും പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും പഠിക്കുക. പഠിച്ച തമ്പുരാൻ തൗഫീഖിനെ തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.